ആലോചിച്ചിട്ടൊരു എത്തും പിടി കിട്ടുന്നില്ല. ഫിറോസാണ് ഖത്തറിൽ നിന്ന്. എന്താ ചെയ്യുക, ഇന്ന് ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുക. എല്ലാവരും അവിടെ ഇവിടെ നട്ടം തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉണ്ടാവുക? അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. മനസ്സിലായില്ലല്ലേ? നമ്മുടെ ടീം റൈനോട്സിൻ്റെ ഡിജിറ്റൽ BOP നടക്കുന്നുണ്ടെന്ന്. മെഗാ ഡിജിറ്റൽ BOPയാണ് 7:30. എല്ലാവരും ജോയിൻ ചെയ്യുക, മറ്റുള്ളവർ ജോയിൻ ചെയ്യിപ്പിക്കുക. നമ്മളെ ഫാമിലിയിലെ പരിപാടിക്ക് നമ്മളല്ലാണ്ട് പിന്നെ ആരാ? നമ്മളെല്ലാവരും മറ്റുള്ളവരെ ക്ഷണിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് MC കൈകാര്യം ചെയ്യാനായിട്ട് എത്തുന്നത് അശ്വതി മാമാണ്. പ്ലാൻ പ്രസൻറ്റേഷനായിട്ട് എത്തുന്നത് സയൂജ് സാറാണ്. എക്സ്പീരിയൻസ് ഷെയറിങ്ങിനായിട്ട് എത്തുന്നത് സ്റ്റാർ ക്ലബ്ബ് എക്സിക്യൂട്ടീവായ JS സാറും ബ്ലൂ സ്റ്റാർ എക്സിക്യൂട്ടീവായ ആനന്ദ് സാറുമാണ്. പിന്നെ ഇവരൊക്കെ വരുമ്പോൾ മുന്നിൽ നിന്ന് എല്ലാവരെയും ഒന്ന് ഒതുക്കി നിർത്തി കാര്യങ്ങൾ കൈകാര്യമാക്കാൻ എത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ ചീഫ് ഗസ്റ്റായ അഞ്ജിത മാമാണ്, ബ്രൗൺസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. കൃത്യസമയത്ത് തന്നെ മറ്റുള്ള ആളുകളെയും കൂടി കൂട്ടിയിട്ട് നമ്മുടെ ഈ ഫംഗ്ഷനിൽ, നമ്മുടെ ഫാമിലിയുടെ പ്രോഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, ഫിറോസാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ലീഡേഴ്സ് ആൻഡ് ഡീലേഴ്സിൻ്റെ ഡിജിറ്റൽ BOP 7:30 നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ജോയിൻ ചെയ്യുക, മറ്റുള്ള ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക, കൗണ്ട് മാക്സിമം കൂട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് MC കൈകാര്യം ചെയ്യാനായിട്ട് എത്തുന്നത് നമ്മുടെ റഫി സാറാണ്, സിൽവർ എക്സിക്യൂട്ടീവ്. റഫി സാറിനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ഈ 7:30 ഡിജിറ്റൽ BOPയിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും ചിരിക്കാണ്ട് പോകില്ല. അത്രയും പ്രത്യേകത ഉള്ള ഒരാളാണ്, നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ പ്ലാൻ പ്രസൻറ്റേഷനായിട്ട് എത്തുന്നത് നമ്മുടെ ധനരാജ് സാറാണ്, സിൽവർ എക്സിക്യൂട്ടീവ്. എക്സ്പീരിയൻസ് ഷെയറിങ്ങിനായിട്ട് 2 പേര് വരുന്നുണ്ട്, നമ്മുടെ സനൽ സാറും ബ്രൗൺസ് എക്സിക്യൂട്ടീവ്, ഷിനോജ് സാറും പേൾ എക്സിക്യൂട്ടീവും. അപ്പോൾ ഇവർ രണ്ടാളെ എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാം നമുക്കിന്ന് കാണാം. 7:30 നമുക്കൊരു ചീഫ് ഗസ്റ്റ് കൂടിയുണ്ട്, മറ്റാരുമല്ല നമ്മുടെ റാം സാറാണ്, ഗോൾഡ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും 7:30 ജോയിൻ ചെയ്യാം. ഹായ്, അസ്സാം വലൈക്കും. നമസ്കാരം, ഫിറോസാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടോ? നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങളുടെ കൂടെ 100 പേരുണ്ടാവും, അല്ലെങ്കിൽ 1000 പേരുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലേ? സ്വന്തം ഫാമിലിയുള്ള ആളുകൾ വരെ ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പറഞ്ഞു വരുന്ന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് പവറുള്ളൂ. അപ്പം നമ്മൾ പൈസ ഉണ്ടാക്കണം നല്ല രീതിയിലൂടെ. അപ്പോൾ ഇന്ന് നമുക്ക് ടീം ക്രിയേറ്റീവ്സിൻ്റെ ഡിജിറ്റൽ BOP നടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ എന്താണൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 7:30 ജോയിൻ ചെയ്യുക. മാക്സിമം കൗണ്ട് കൂട്ടുക, മറ്റുള്ള ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക. നമുക്ക് MC കൈകാര്യം ചെയ്യാനായിട്ട് എത്തുന്നത് നമ്മുടെ സജിത് സാറാണ്, ബ്രൗൺസ് എക്സിക്യൂട്ടീവ്. പ്ലാൻ പ്രസൻറ്റേഷനായിട്ട് എത്തുന്നത് റബീഷ് സാറാണ്, പേൾ എക്സിക്യൂട്ടീവ്. എക്സ്പീരിയൻസ് ഷെയറിങ്ങിനായിട്ട് 2 പേര് വരുന്നുണ്ട്. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്ന് നമ്മുടെ അഞ്ജിത മാം, ബ്രൗൺസ് എക്സിക്യൂട്ടീവും, സംഗീത് സാർ, സിൽവർ എക്സിക്യൂട്ടീവുമാണ്. ഇവരൊക്കെ വരുന്ന സമയത്ത് പണമൊന്നുമില്ലാതെ പണക്കാരനായ ഒരു ക്യാരക്ടറുണ്ട്, മറ്റാരുമല്ല വിപിൻ ദാസ് സാർ, ഡയമണ്ട് എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഇന്ന് വിശദീകരിച്ച് തരും, എങ്ങനെയാണ് അദ്ദേഹം ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയതെന്നൊക്കെ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, മറ്റുള്ള ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. പ്രവാസി നിൻ ജീവിതം മതിയായി എന്നൊരു തോന്നലുമായി നിങ്ങൾ പോകുകയായോ? ഒരുപാടു യാതനായും സഹിച്ച് മണ്ണിൽ വിട പറഞ്ഞങ്ങു നീ പോകുകയായോ? ഈ ചൂടുള്ള മണ്ണിൻ്റെ ചൂടും മറന്നങ്ങ് സ്വന്തമാം നിന്നാട്ടിൽ പോകുകയായോ? കാറ്റും മഴയും ഓളങ്ങളുമുള്ള സ്വന്തമാം നിന്നാട്ടിൽ പോകുകയായോ? പ്രവാസിയായി നമ്മെ പ്രയാസങ്ങൾ മാറ്റിയ ഈ മണ്ണു വീണ്ടും വിളിക്കുമെങ്കിൽ, പ്രവാസിയായി നമ്മെ പ്രയാസങ്ങൾ മാറ്റിയ ഈ മണ്ണു വീണ്ടും വിളിക്കുമെങ്കിൽ, വീണ്ടും വിളിക്കുന്ന നേരത്ത് ചൊല്ലണം, വരുകില്ല ഞാൻ ഈ മണ്ണിലേക്ക്. ഇഷ്ടമാമി മണ്ണ്, പുണ്യമാമി മണ്ണ്, മറക്കില്ല ഒരിക്കലും ഈ മണ്ണിനെ. ഇഷ്ടമാമി മണ്ണ്, പുണ്യമാമി മണ്ണ്, മറക്കില്ല ഒരിക്കലും ഈ മണ്ണിനെ. ഇനിയുള്ള കാലം കഴിയുമെങ്കിൽ കഴിയണം നാട്ടിൽ കുടുംബത്തിനായി. ഇനിയുള്ള കാലം കഴിയുമെങ്കിൽ കഴിയണം നാട്ടിൽ കുടുംബത്തിനായി. അസ്സലാമു അലൈക്കും. നമസ്കാരം, ഫിറോസാണ്, ഖത്തറിൽ നിന്ന്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പ്രവാസി എന്ന ഈ ഒരു ചെറിയൊരു കവിത ഞാൻ ആലപിക്കുന്നത് പ്രവാസിയായ എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ അന്ന് ഈ ഒരു കവിത ബേപ്പൂർ പ്രവാസി അസോസിയേഷൻ കൂട്ടായ്മയിൽ ഞാനന്ന് ആലപിച്ചത്. ആ സമയത്ത് ഓരോരുത്തരുടെ ഓരോ അനുഭവങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് ഒരുപാട് മനസ്സിനുള്ളിൽ വിങ്ങലായിട്ടുണ്ട്. കാരണം വെറും ഒരു കറവപ്പശുവാണ് പ്രവാസികൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. എത്ര പേർക്ക് സഹായങ്ങൾ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കില്ല. എത്ര സമ്പാദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കില്ല. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞതിൽ കണക്കില്ല. ലാസ്റ്റ് ചോദ്യം, നീ ഇത്രയും കാലം ഗൾഫിൽ നിന്നിട്ട് എന്തുണ്ടാക്കി എന്നുള്ള ആ ചോദ്യം മാത്രമാണ് ഏതൊരു പ്രവാസിക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യചിഹ്നം.
ആ ചോദ്യചിഹ്നം ചോദിക്കുന്ന സമയത്ത് തന്നെ മനസ്സിനുള്ളിൽ ഏതൊരു പ്രവാസിക്കും ഒരു വിങ്ങലുണ്ടാകും. കാരണം അനുഭവങ്ങളിലൂടെ പല ആളുകളിൽ നിന്നും നമ്മൾ ഈ 6-7 വർഷത്തോട് ഈ ഖത്തറിൽ നിന്നിട്ട് ഒരാളുകളുടെ അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞൊരു സംഭവമാണത്. അപ്പം ഓരോ ആളുകളുടെയും